ശരി ശരി സേനാപതി വേണു, ലക്ഷ്യം അജയ് തറയിലേക്കാണോ കോൺഗ്രസിന്റെ നേതാവായ അജയ് തറയിലേക്കാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉണ്ടല്ലോ. രാഘവനും അറസ്റ്റ് ചെയ്യപ്പെടുക ശരി ശ്രീ സേനാപതി വേണു. ഇതിനകത്തെ ശ്രീ മഞ്ജുഷ് വളരെ കൃത്യമായിട്ട് അജയ് തറയില് അദ്ദേഹത്തിന്റെ നിലപാട് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ വിഷയം എത്രയോ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്ന, ഏതാണ്ട് 2 മാസത്തിലേറെയായി ചർച്ച ചെയ്യുന്ന, ഇവിടെ സ്വർണ്ണ കൊള്ളയാണ് വിഷയം. ഈ വാജി വാഹനം ഇപ്പം അനിൽ പറഞ്ഞത്, അനിൽ 2 ഭാഗത്തു നിന്ന് പറയുന്നത്, ഇത് കൊണ്ടുപോകുന്നതിനും കുഴപ്പമില്ല, തന്ത്രിയുടെ അടുത്ത് വെച്ചതും കുഴപ്പമില്ല, പിന്നെ അദ്ദേഹം വേറൊരു നിലപാടും ഈ ഒരു ചർച്ചയിൽ പറയുന്നുണ്ട്. ഞാൻ ഇതും ഈ ഭരണസമിതിയുടെ വീഴ്ചയും പറയുന്നുണ്ട്. അതെ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചോദിക്കാനുള്ള ചോദ്യം, ഈ സ്വർണ്ണ കൊള്ളയുമായി ഈ വാജി വാഹനം കൈമാറ്റം ചെയ്തതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ സ്വർണം എടുക്കുന്ന ആ പ്രക്രിയയുടെ ആദ്യത്തെ ഘട്ടം എന്ന നിലയിലാണോ ഇതെടുത്തത്? അല്ലല്ലോ. മറ്റൊരു കാര്യമുണ്ട്, താങ്കൾ അതിനെ ലഘൂകരിക്കരുത്. അങ്ങനെ വാജി വാഹനവും അമൂല്യമായ വസ്തു തന്നെയാണ്. ദേവചൈതന്യം ഉണ്ടായിരുന്നത് തന്നെയാണ്. കൊടിമരത്തിന്റെ മുകളിലാണല്ലോ ഉള്ളത്. വർഷങ്ങളോളം ഉണ്ടായിരുന്നതാണ് വാജി വാഹനം. അല്ലല്ല, അതിന് ഒരു ആന്റിക് വാല്യൂ അതിനുമുണ്ട്. മറ്റൊരു കാര്യമുണ്ട്, തന്ത്രിയുടെ വീട്ടിൽ ഉള്ളത് യഥാർത്ഥ വാജി വാഹനമായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ഉയരും. അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ വാജി വാഹനം കൈമാറ്റം ചെയ്യുന്ന ആ പ്രക്രിയ അത് ഇരുട്ടിന്റെ മറവിലോ ഒറ്റയ്ക്കോ നടന്നതല്ല. അത് എത്രയോ ആയിരക്കണക്കിനില്ല, 100 കണക്കിന് ആളുകൾ, അവര് പൂജാരിമാര്, തന്ത്രിമാര്, ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ദേവസ്വം ബോർഡിന്റെ ഒരു അംഗം എന്ന നിലയിൽ അത് അജയ് തറയിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്റെ അല്ലെ കൈമാറ്റം ചെയ്യുന്നതിന്റെ ഒരു ചിത്രമാണുള്ളത്. ഇനി പ്രയാർ ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയിലേക്ക് വലിച്ചിട്ടായിരുന്നു. അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല. എനിക്ക് അദ്ദേഹത്തെ വളരെ പരിചയം. ചടയമംഗലത്തു നിന്ന് ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹം MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെട്ടതും മനസ്സിലാക്കിയെടുത്തും ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹം, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 1 രൂപ പോലും ദേവസ്വം ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നോ, കാരണം അദ്ദേഹം ഒരു കടുത്ത ഭക്തനും ഒരു തികഞ്ഞ ഗാന്ധിയനുമായ ഒരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റുമുട്ടുന്ന കാഴ്ചകളും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ശ്രീ അജയ് തറയിൽ പറഞ്ഞൊരു കാര്യവും അനിൽ പറഞ്ഞതുമായി കൂട്ടിവയ്ക്കുക. എന്തായിരുന്നു കസ്റ്റം, ആചാരം? അത് ലോഹമായിരുന്നു. അത് നിലവിലുണ്ടായിരുന്ന ആചാരപ്രകാരം അത് പുതിയ കൊടിമരം സ്ഥാപിക്കുമ്പോൾ പഴയത് അത് കൈമാറ്റം ചെയ്തു. ആ കൈമാറ്റം ചെയ്തു എന്നൊരു പ്രക്രിയയാണ് ശ്രീ അജയ് തറയിൽ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എന്തെങ്കിലും സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ ഈ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയിലൂടെ ഇവർക്ക് എന്തെങ്കിലും നേട്ടങ്ങളോ അങ്ങനെ ഒരു കാര്യവും ഇല്ലല്ലോ. ഇത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിലും കട്ടിളപ്പാളികളിലെ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിലും വാതിലിലെ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഇത് ഒരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് അവ നന്നാക്കുന്നു, പിന്നെ അതിനകത്തെ സ്വർണ്ണപ്പാളികൾ കാണാതാകുന്നു, അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇവിടെയും അങ്ങനെയൊക്കെ ചിന്തിക്കാം, അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. വേണമെങ്കിൽ അന്വേഷണം ആ ദിശയിലും പോകാം. ഇത് പലതവണയും ഇങ്ങനെ അല്ലല്ല, ഇത് മാറ്റുന്നതിന് വേണ്ടി വാജി വാഹനം അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണോ, അത് തന്ത്രിയുടെ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയാണോ ഈ കൊടിമരം നന്നാക്കുവാനുള്ള അനുമതി കൊടുത്തത്? ഈ യഥാർത്ഥ വാജി വാഹനം തന്നെയാണോ ഇത്? അത് തന്ത്രിയുടെ വീട്ടിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ അന്വേഷണത്തിന് മുന്നേ പോകാമല്ലോ. അതായത് സ്വർണ്ണപ്പാളികളിൽ എന്ത് സംഭവിച്ചോ അതേ കാര്യം തന്നെ വാജി വാഹനത്തിലും സംഭവിക്കാമല്ലോ. അത് മറ്റൊരു കാര്യമുണ്ട്, ഈ സ്വർണ്ണപ്പാളി മോഷണത്തിലും സ്വർണ്ണക്കൊള്ളയിലും അവിടെ തട്ടുകേട് പറ്റിയിരിക്കുന്നത് LDF-നാണ്. സ്വാഭാവികമായിട്ടും UDF-ന്റെ ഭരണസമിതിയിലാണ് ഇത് നടന്നിട്ടുള്ളത് എങ്കിൽ അന്വേഷണം വരാതിരിക്കില്ലല്ലോ. അന്വേഷണം കൂടുതൽ ശക്തമാവുകയല്ലേ ചെയ്യുകയുള്ളൂ. അല്ല, അന്വേഷണത്തിന്റെ കാര്യത്തിൽ ആർക്കാണ് മഞ്ജുഷ തർക്കമുള്ളത്? ഇത് വളരെ മുമ്പേ തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യവും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇത് തന്ത്രിക്ക് കൊടുത്തിരിക്കുന്നു. തന്ത്രിക്ക് കൊടുത്തത് എന്താ? പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിക്കുമ്പോൾ ആ കൊടിമരത്തിലെ വാജി വാഹനം അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിന്റെ കസ്റ്റം എന്ന് അദ്ദേഹം പറയുന്നു. അത് പ്രകാരം കൊടുത്തിട്ടുള്ളതാണ്. അതിനകത്ത് മറ്റെന്ത് ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്? ഇവിടെ 2018 ശേഷം അല്ലെ 19 ശേഷം നടന്നിട്ടുള്ള ഒരു സ്വർണ്ണ കൊള്ളയെ മറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പൊ പുതിയൊരു കാര്യവുമായിട്ട് വന്നിരിക്കുന്നു. അജയ് തറയിൽ അതിൻ്റെ അകത്ത് മെമ്പർ ആയിരുന്നുകൊണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ അതിൻ്റെ അകത്തെ അതിന്റെ പ്രസിഡന്റായും ഇപ്പൊ ശ്രീ കെ രാഘവനും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിന്റെ കെ രാഘവന്റെ വെളിപ്പെടുത്തൽ കണ്ടോ? എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും പങ്കില്ല, പിന്നെ എന്തിനാ ഇദ്ദേഹം മെമ്പറായിട്ടിരുന്നത്? ഇദ്ദേഹത്തിന് ഇതിൻ്റെ അകത്തൊന്നും പങ്കില്ല, ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് എന്താണ് ആ മെമ്പർ അല്ലെങ്കിൽ അംഗം എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം? ശരിയാണ്. അഡ്വക്കേറ്റ് BN ഖസ്കർ, അതൊരു ചോദ്യമാണല്ലോ. നിങ്ങൾ അജയ് തറയിലിനെ പെടുത്തിക്കൊണ്ട് UDF-ലേക്ക് ഈ അന്വേഷണത്തിന്റെ കുന്തമുന നീട്ടുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വെളിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥ അതിലേക്കാണോ പോകുന്നതെന്ന് അറിയില്ല. കാരണം ഇതിലൊരു കേസ് വന്നിട്ടില്ല. ഈ പിടിച്ചെടുത്ത വാജി വാഹനം
കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഈ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ ഇതേ തന്ത്രി തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ വാജിവാഹനം എൻ്റെ വീട്ടിലുണ്ട്, അത് വേണമെങ്കിൽ കൈമാറാമെന്ന്. ഇല്ലേ, അതും ഉണ്ടായതാണ്. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൻ്റെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി, ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ വാജിവാഹനം ഉപയോഗിക്കുന്നു എന്നും മനസ്സിലാക്കേണ്ടി വരുമല്ലോ. മഞ്ജുഷ, ഇതില് കഴിഞ്ഞ കുറെ നാളുകളെ നമ്മൾ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ആ ചർച്ചയിൽ ഉടനീളം BJPയുടെയോ സംഘപരിവാറിന്റെയോ മുഖങ്ങളായി നിൽക്കുന്നവർ വളരെ വീറോടുകൂടി വർത്തമാനം പറയുകയും അതിലെ മുഴുവൻ ആളുകൾ പ്രതികളെയും അകത്തിടണം എന്ന് പറയുകയും അതിന് പുതിയ പുതിയ നറേറ്റീവ് ഉണ്ടാക്കുകയും ചെയ്തു. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മുതൽ നിശബ്ദത പാലിക്കുകയും പുതിയ ന്യായമുഖങ്ങൾ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന സംഘപരിവാർ മുഖങ്ങളെയാണ് നാം കാണുന്നത് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു പരിണാമം എന്നതാണ് എൻ്റെ ആദ്യം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട്, ഇപ്പൊ അങ്ങ് ചോദിക്കുമ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ളതും അമൂല്യവുമായിട്ടുള്ള അതാണ് വാജിവാഹനം. സ്വാഭാവികമായും അത് സംബന്ധിച്ച് നിലവിലുള്ള ഒരു ശാസ്ത്രീയ നിഗമനം എന്ന് പറയുന്നത് ഇരിഡിയം അടക്കമുള്ള ലോഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള വിദേശ വിപണിയിൽ കോടികൾ വില വരുന്ന അമൂല്യങ്ങളിൽ അമൂല്യമായിട്ടുള്ള ഒരു വിഗ്രഹമാണ്. ദേവചൈതന്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന വിഗ്രഹമാണ്. പക്ഷെ അങ്ങനെ SIT കണ്ടെത്തൽ വന്നിട്ടില്ല കേട്ടോ. SIT കണ്ടെത്തൽ വന്നിട്ടില്ല. അല്ല, അതിലേക്കൊന്നും വന്നിട്ടില്ല. ഇത് ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. ഇത് 2012 ശ്രീ രാജഗോപാൽ അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു ഉത്തരവ് നിൽക്കുന്നുണ്ട്. ഈ കൊടിമരത്തിലേതായിട്ടുള്ള മുഴുവൻ വസ്തുവകകളും ശബരിമല ദേവസ്വത്തിന്റെ സ്വത്താണെന്നും അതിനാൽ ദേവസ്വത്തിന് അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു ഉത്തരവ് നിലവിലുണ്ട്. ആ ഉത്തരവ് നിലവിൽ നിൽക്കെ ആ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ശ്രീ അജയ് തറയിലും ശ്രീ രാഘവനും അടക്കമുള്ള ആളുകൾ ചേർന്ന് ഇത് തന്ത്രിയെ സുരക്ഷിതമായി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്ന ന്യായം. ഈ വാജിവാഹനം എന്ന് പറയുന്നത് സ്വർണത്തിൽ പൊതിഞ്ഞിട്ടുള്ളതും സ്വർണത്താൽ പഞ്ചലോഹ നിർമ്മിതവുമായിട്ടാണെന്നാണ് ഇപ്പൊ നാം മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ അമൂല്യതയെ സംബന്ധിച്ച് യാതൊരു തർക്കവും കോൺഗ്രസോ സംഘപരിവാറോ അല്ലെങ്കിൽ മറ്റാരും ഉന്നയിക്കാനിടയില്ല. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം, ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം വേർതിരിച്ചെടുത്ത് ആരെങ്കിലും ലാഭം കൊയ്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. ഇതുവരെ ചർച്ചയിൽ മുഴുവൻ പറഞ്ഞിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാദമുഖമാണ് ഇപ്പോ കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത്. കാരണം യാതൊരു വിധമായ സാമ്പത്തിക നേട്ടവും ശ്രീ അജയ് തറയിലിനും അതുപോലെ തന്നെ രാഘവനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ശരിയായിരിക്കാം, അവർക്ക് ഒരു തരത്തിലുള്ള സാമ്പത്തിക ലാഭവും ഇതുവഴി ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുകയും അങ്ങനെ തന്നെ കരുതുന്ന ഒരാളുമാണെങ്കിൽ, പക്ഷേ ഇതേ സാമ്പത്തിക ലാഭം പോലും ലഭിക്കാതിരുന്ന മറ്റു ചിലർ ഇപ്പോഴും ജയിലിൽ കഴിയുന്നുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ടുള്ള എന്റെ നിലപാട് വെച്ചിട്ട് പറയുകയാണ്. അല്ലല്ല, അതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവിടെ സ്വർണം പൊതിഞ്ഞ പാളികൾ അത് ചെമ്പ് പാളികളാണ് എന്ന് രേഖപ്പെടുത്തി, സ്വർണ്ണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കടത്തുകയാണ് ചെയ്തത്. വാജിവാഹനം തന്ത്രിക്ക് നേരിട്ട് കൈമാറുകയാണ് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.